ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോക്ക് ഔട്ട് എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഈ ബോക്സിംഗ് ക്യാമ്പിൽ കീനും തണ്ണും പെച്ചും എല്ലാവരും ഒക്കെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുന്നതാണ്. കാരണം അവർക്കിപ്പോൾ പൈസ എല്ലാം ചിലവാക്കാനായിട്ട് പൂവിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോൺസറിനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ അവരെല്ലാവരും ഒന്ന് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ കീനിനെ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്, പെച്ചും ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു ടൈമിന് അതൊക്കെ കാണുമ്പോഴത്തേക്കും ഡാർവിൻ എന്തോ വിഷമിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ തൻ്റെ അച്ഛൻ തൻ്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹത്തിനേക്കാൾ കീനിനോട് കാണിക്കുന്നത് കൊണ്ടാകാം അവനെന്തായാലും സാഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അടുത്ത് കാണിക്കുന്നത് കീനും തണ്ണും കൂടെ ആയിട്ട് പുറത്ത് ഒരിടത്തേക്ക് ചെന്ന് നിൽക്കുന്നതാണ്. ആ ടൈമിന് കീൻ പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പേ ഒരു ബോക്സിംഗ് മാച്ച് ടി വിയിൽ പോലും മുഴുവനായിട്ട് കണ്ടിട്ടില്ല, എന്നിട്ടാണ് ഞാനിപ്പോൾ ഒരു ബോക്സിംഗ് മാച്ച് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാണ്. എന്നാൽ തന്നെ പേടിക്കുകയൊന്നും വേണ്ട, നമ്മൾ ഇത്രയും കാലം എങ്ങനെയാണ് എല്ലാം ചെയ്തുകൊണ്ട് പോയത്, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കീനിന് വേണ്ടിയിട്ട് തണ്ണ് വാങ്ങിച്ച ഒരു മാല അത് അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തണ്ണാണെങ്കിൽ കീനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തണ്ണ് സെയിം ഒരെണ്ണം തനിക്ക് ഇടാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കീനിൻ്റെ കൊടുത്തിട്ട് കീനിനോട് തനിക്കത് ഇട്ട് തരാനും പറയുന്നുണ്ട്. അതിനുശേഷം കീനും തണ്ണും അടുത്ത ദിവസം പ്രൊമോട്ടേഴ്സിനെയും പിന്നെ ഇവരുടെ ആ ഒരു ഓർഗനൈസ് ചെയ്യുന്ന ബോക്സിംഗ് മാച്ചിൽ ബോക്സിംഗ് ചെയ്യാനായിട്ട് മറ്റ് ക്യാമ്പുകളിലുള്ള ബോക്സേഴ്സിനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. ആ സമയം പെച്ചാണെങ്കിൽ സേഫായിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. ഡാർവിനും അവർ പോകുന്ന നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ പോയി കഴിയുന്നതും പെച്ചാണെങ്കിൽ ഡാർവിൻ അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. എന്നാൽ അവനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് ഡാർവിന് വീണ്ടും വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. കീനും തണ്ണും അതിനുശേഷം നേരെ ഒരു ബോക്സിംഗ് ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവിടെ ബോക്സിംഗ് പഠിപ്പിക്കുന്നൊരു കോച്ച് അയാളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവിടെയുള്ള ബോക്സേഴ്സിനെയൊക്കെ അവർ നോക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് അവിടുത്തെ കോച്ച് ഒരു പയ്യനെ ഇങ്ങനെ ബോക്സിംഗ് പഠിപ്പിക്കുന്ന കണ്ടിട്ട് അത് തന്നെ തണ്ണിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് കീനാണെങ്കിൽ, നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ പെച്ചാണെങ്കിൽ ഇതുപോലെയാണോ പഠിപ്പിച്ചു തുടങ്ങിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം തണ്ണ് പറയുന്നുണ്ട്, പെച്ചായിരുന്നില്ല എൻ്റെ ആദ്യത്തെ കോച്ച് എൻ്റെ അച്ഛനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പിന്നീട് പുറത്തു നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം തണ്ണ് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനായിരുന്നു ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ എന്നെ ബോക്സിംഗ് പഠിപ്പിച്ചു തുടങ്ങിയത്. എന്നാൽ പിന്നീട് എപ്പോഴും പെട്ടെന്ന് അച്ഛൻ ഒരു സമയം എൻ്റെ അടുത്ത് ബോക്സിംഗ് ചെയ്യുന്ന നിർത്താൻ പറഞ്ഞു. എന്നെ എൻ്റെ അമ്മേനെ ഇട്ടിട്ട് പോയി, പിന്നെ തിരികെ വന്നതുപോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കീൻ പറയുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയായാലും നീ ഇപ്പോഴും ബോക്സിംഗ് ചെയ്ത് ഇതുവരെ എത്തി നിൽക്കുന്നില്ലേ, അത് തന്നെ നല്ല കാര്യമാണെന്ന് തണ്ണ് പറയുന്നുണ്ട്. അതിന് കാരണക്കാരൻ നീയാണ്. ഞാൻ എല്ലാം നിർത്താൻ നിന്ന സമയത്താണ് നീ എൻ്റെ ലൈഫിലേക്ക് കയറി വന്നത്. നീയാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കി തന്നത് ഞാൻ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഇനിയിപ്പോൾ ഇങ്ങനെ ആർക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ. അങ്ങനെ അതും പറഞ്ഞിട്ട് അവർ രണ്ടിനും ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നൈറ്റ് ടൈം ഇവിടെ ബോക്സിംഗ് ക്യാമ്പിൽ പെച്ചും ഡാർവിനും എയ്റ്റും എല്ലാവരും തന്നെ കീനും തണ്ണും തിരിച്ച് വരുന്നേയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്തായെന്ന് അറിയത്തില്ല, വേറെ വല്ല ബോക്സേഴ്സിനെ കിട്ടിയോ പ്രൊമോട്ടേഴ്സിനെ കിട്ടിയോ ഒരു ഐഡിയ ഇല്ല. അവരെങ്ങനെ എന്തായി നിങ്ങനെ അറിയാനായിട്ടിരിക്കുമ്പോഴാണ് അവർ രണ്ടിനും തിരിച്ചു വരുന്നത്. അവരുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ഇവർക്ക് നടന്നില്ല, എല്ലാം പൊളിങ്ങുന്നൊരിതാവുന്നുണ്ട്, എല്ലാവരും സാഡാവുന്നുണ്ട്. ആ ടൈമിലാണ് പെട്ടെന്ന് കീനാണെങ്കിൽ ഹാപ്പി ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ബോക്സേഴ്സിനെയും കിട്ടിയെന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. പെച്ചും എല്ലാം തന്നെ നമ്മുടെ കീനിനെ നന്നായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കീൻ ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ കീനിനെ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് പുകഴ്ത്തുവാണ്. അതേപോലെ തന്നെ കീന് ഇവർക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു ബോക്സിംഗ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം കീൻ ചെയ്തതുകൊണ്ട് തന്നെ മായി പറയുന്നുണ്ട്, ഇനി തൊട്ട് നമുക്ക് കീനിനെ പ്രൊമോട്ടർ കീൻ എന്ന് വിളിക്കാമെന്ന്. ആ ഒരു ടൈമിന് ഡാർവിൻ പറയുന്നുണ്ട്, ഫസ്റ്റ് ആ ബോക്സിംഗ് മാച്ച് ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് നിനക്ക് അവൻ അങ്ങനെ വിളിച്ചു തുടങ്ങാം, ഇപ്പം നീ ഒന്ന് സമാധാനിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് മായിയാണെങ്കിൽ, നിനക്ക് ജലസല്ലേ കീനാണെങ്കിൽ ഇതെല്ലാം ചെയ്തുകൊണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി അത് സത്യമായിരുന്നു. കാരണം തൻ്റെ അച്ഛൻ ഇപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് കീനെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് പറയുന്നതും ഡാർവിനാണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. ഡാർവിൻ്റെ സിറ്റുവേഷൻ എയ്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എയ്റ്റ് പെട്ടെന്ന് മായുടെ അടുത്ത്, നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ, നമുക്കാണെങ്കിൽ കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഡാർവിനാണെങ്കിൽ ആ ഒരു വിഷമ തീച്ചയിൽ നിന്ന് ബോക്സിങ് ചെയ്യുവാണ്. ചെയ്യുന്ന ടൈമിന് അവൻ്റെ അടുത്തേക്ക് എയ്റ്റ് വരുന്നുണ്ട്. ഡാർവിൻ്റെ മനസ്സിൽ ഇവിടെ പോകുന്ന കാര്യങ്ങളെല്ലാം എയ്റ്റിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എയ്റ്റ് ആണെങ്കിൽ ഇനി വിഷമിക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ഡാർവിൻ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ പെച്ചെന്ന് പറഞ്ഞാൽ ഒരു ബോക്സറിൻ്റെ മകനാണ്, എന്നിട്ട് ഞാനാണെങ്കിൽ ബോക്സിങ് നേരെ ചെയ്യുന്നില്ലെന്ന് പറയുന്നത് തന്നെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഡാർവിൻ്റെ അടുത്ത് പെച്ച് തിരിച്ച് പറയുന്നുണ്ട്, പക്ഷേ എല്ലാവർക്കും ബോക്സിങ്ങിൽ കഴിവുണ്ടാവണമെന്നില്ലല്ലോ, നിനക്ക് മറ്റു കാര്യങ്ങളിൽ ടാലൻറ്റ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ എനിക്ക് വേറെ എന്തിലാണ് ടാലൻറ്റ് ഇരിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഡാർവിനാണെങ്കിൽ ഇവനെ കിസ് ചെയ്യാൻ വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് പെച്ച് അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഡാർവിൻ ഇവനിട്ടൊരു ഇടി കൊടുത്തിട്ട് ഇവനെ മാറ്റി നിർത്താണ്. കാരണം ആർക്കും ഇവനെ തമ്മിലുള്ള റിലേഷൻ അറിയത്തില്ല. ആ ഒരു ടൈമിന് പെച്ചാണെങ്കിൽ വന്നിട്ട്, രണ്ടും കൂടെ ഈ പാതിരാത്രിക്കാണോ ബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്നിൽ പോയി കിടന്ന് ഉറങ്ങ്, ഇനി ഉറക്കം വന്നില്ലെങ്കിൽ
പോയി കീനിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് പെച്ച് പോവുകയാണ്. ആ ഒരു ടൈമിന് തന്നെ എയ്റ്റിനെ പെച്ച് വന്ന സമയത്ത് ഡാർവിൻ ഇടിച്ചതുകൊണ്ട് തന്നെ എയ്റ്റിൻ്റെ അടുത്ത് നിനക്ക് വേദനിച്ചു, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇല്ലല്ലോ കുഴപ്പമില്ല എന്ന് പറയാണ്. അതിനുശേഷം അവരുടെ തന്നെ ഈ ഒരു ബോക്സേഴ്സിൻ്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്, അതായത് ഇവരുടെയൊക്കെ തന്നെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന വെയിങ് സ്കെയിൽ അത് കേടായി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ വേറൊരു പണിയില്ലാത്തതുകൊണ്ട് തന്നെ എയ്റ്റും ഡാർവിനും കൂടെ അവിടെ ചെന്നിരിക്കുന്നുണ്ട്. ഡാർവിൻ അത് നേരെയാക്കുന്നുണ്ട്. ആ സമയം നേരത്തെ ഇടിയിട്ട സ്ഥലത്ത് നമ്മുടെ എയ്റ്റ് തടവിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഡാർവിനാണെങ്കിൽ നിനക്ക് ശരിക്കും വേദനിച്ചോ, സത്യമായിട്ട് സോറി എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ലല്ല കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് ഡാർവിനാണെങ്കിൽ ആ ഒരു വെയിങ് സ്കെയിൽ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. എയ്റ്റ് അവൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ആ ഒരു മെഷീൻ നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഡാർവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കണ്ട നിനക്ക് ഇതിൽ നല്ല കഴിവുണ്ടെന്ന് പറയുമ്പോൾ ആ മെഷീൻ നന്നാക്കുന്നതിലാണോ എൻ്റെ കഴിവ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേറൊരു കാര്യത്തിലും കൂടെ കഴിവുണ്ടെന്ന് പറയാണ്. എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് എയ്റ്റ് ഡാർവിനെ കിസ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ അവർ ഇൻറ്റിമേറ്റ് ആവുന്നുള്ള ഇതാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എയ്റ്റ് ആണെങ്കിൽ നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ തുടങ്ങാണ്. എന്നാൽ പെട്ടെന്ന് ഡാർവിൻ അവനെ തടങ്ങിയിട്ട് വേണ്ട റൂമിൽ മായി ഉണ്ടെന്ന് പറയാണ്. ആ സമയം എങ്കിൽ പിന്നെ നമുക്ക് ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ ഓഫീസിൻ്റെ അകത്തേക്ക് കയറി പോകാണ്. നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഓഫീസിൻ്റെ അകത്ത് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ രണ്ടും അവിടെ വെച്ച് ഇൻറ്റിമേറ്റ് ആവാണ്. പിന്നീട് കാണിക്കുന്നത് ഇവർക്ക് ബോക്സേഴ്സിനെ എല്ലാവരെയും കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു ഇവൻറ്റിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ബോക്സേഴ്സിൻ്റെയും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ബോങ്കിയും ആ ഒരു ഇതിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെയും ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവളൊരു സൈഡിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. മായി അവളുടെ അടുത്ത് നിന്നിട്ട് നിൻ്റെ ഫോട്ടോ കാണാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെക്കൻ ഇവളായിട്ട് കളിയാക്കുമായിരുന്നു. ആ ഒരു ടൈമിലാണ് ക്ലാവോ അങ്ങോട്ടേക്ക് വന്നത്. ബോങ്കിക്ക് ക്ലാവോയുടെ അടുത്ത് ഒരു ക്രഷുള്ള കാര്യം നമ്മുടെ മായിക്കും അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവൾ വന്ന് നിൽക്കുമ്പോഴത്തേക്കും മായി ആണെങ്കിൽ ആഹാ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബോങ്കിനെ കളിയാക്കാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നടക്കുന്നത് എന്താണെന്ന് നമ്മുടെ ക്ലാവോയ്ക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം ക്ലാവോ ആണെങ്കിൽ ബോങ്കിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു ബോക്സിംഗ് മാച്ചിൻ്റെ ന്യൂസൊക്കെ കവർ ചെയ്യാൻ പോകുന്ന ഞാനാണ്, സോ അവിടെ ഞാൻ ഉണ്ടാകും, നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം മായി ഉടനെ പറയാണ് ബോങ്കിക്ക് ഇഷ്ടപ്പെട്ട ആൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവൾ എന്തായാലും ജയിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്ലാവ് ആണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആൾ ആരാണെന്ന് ബോങ്കിയോട് ചോദിക്കുന്നുണ്ട്. അത് നീയാണെന്ന് മായി ഇങ്ങനെ പറയാൻ വരുന്നത്. ബോങ്കി ആണെങ്കിൽ ഉടനെ അവൻ്റെ വാ പിടിച്ച് പൊത്തിയിട്ട് അതൊന്നുമില്ല, അത് ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണെന്നൊക്കെ പറയുന്നുണ്ട്. ക്ലാവോ അപ്പോൾ നീ എൻ്റെ ഫാനാണോ, എങ്കിൽ പിന്നെ വേണമെങ്കിൽ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ നീ ഫോളോ ചെയ്യുക, എന്തിനെ തിരിച്ച് ഫോളോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാവ് നേരെ കീനിൻ്റെ അടുത്തേക്ക് പോയി സംസാരിക്കുന്നുണ്ട്. ആ ടൈമിന് എയ്റ്റ് അവൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ചെന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ ആൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാർവിൻ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതൊക്കെ ചെവിയിൽ പറയുന്നുണ്ട്, നീ ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇന്ന് ഫോട്ടോ എടുത്താൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിനക്കൊരു സമ്മാനം തരാമെന്ന്. ആ ഒരു ഇതിൽ അവൻ നല്ല സൂപ്പറായിട്ട് ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഡാർവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ അവൻ്റെ ചെവിയിൽ പോയി പറഞ്ഞേന്ന്. എന്നാൽ ഡാർവിൻ ഒന്നുമില്ലാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഡാർവിനും എയ്റ്റും എപ്പോഴാണ് ഇത്രയും ക്ലോസ് ആയത്, അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു രീതിയിൽ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നമ്മുടെ തണ്ണും കീനും കൂടെ അവരെ തന്നെ നോക്കുന്നുണ്ട്. എയ്റ്റിൻ്റെ ഫോട്ടോ എടുത്ത് കഴിയുന്നതും ഡാർവിനാണെങ്കിൽ ഇതൊക്കെ പുറത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് എയ്റ്റിനെ വിളിച്ചുകൊണ്ട് പോവാണ്. അടുത്ത തണ്ണിൻ്റെ ഫോട്ടോസ് ആയിരുന്നു എടുക്കുന്നത്. തണ്ണ് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് യട്ട് വരുന്നുണ്ട്. യട്ട് ഇതിൽ മത്സരിക്കുന്ന ഒരു പയ്യനാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അങ്ങനെ തണ്ണിൻ്റെ ഫോട്ടോ എടുക്കുന്ന ടൈമിന് യട്ട് വന്ന് കീനിനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ തണ്ണിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് തണ്ണിനെയും യട്ടിനെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. രണ്ടും തമ്മിൽ നല്ല ദേഷ്യത്തിലാണ്. കാരണം തണ്ണിന് ഇവനോടുള്ള ദേഷ്യത്തിൻ്റെ മെയിൻ കാര്യം ഇവൻ കീനുമായിട്ട് ക്ലോസ് ആവാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. ഫോട്ടോ എടുക്കുന്ന ടൈമിന് തണ്ണിൻ്റെ മുഖത്ത് ആ ഒരു ദേഷ്യം നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാവോ ആണെങ്കിൽ കീനിനോട് ചോദിക്കുന്നുണ്ട്, കണ്ടിട്ട് അത് രണ്ടും നിനക്ക് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുമെന്നാണല്ലോ തോന്നുന്നതെന്ന്. ആ സമയം കീൻ പറയുന്നുണ്ട്, അടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇപ്പോൾ എനിക്ക് വേണ്ടി അടി ഉണ്ടാക്കിയാലും വിന്നർ ആരാണെന്ന് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അത് തണ്ണാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ ബോക്സേഴ്സിനെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് ഒഫീഷ്യലി ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്താണ്. 6 ബോക്സേഴ്സാണുള്ളത്. അതിൽ 3 പേര്, അതായത് തണ്ണ്, എയ്റ്റ്, ബോങ്കി, ഇവർ 3 പേരും പെച്ചിൻ്റെ ബോക്സിംഗ് ക്യാമ്പിലുള്ളവരാണ്. ബാക്കി 3 പേരാണ് വേറെ വേറെ ബോക്സിംഗ് ക്യാമ്പിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ബോക്സേഴ്സ്. അങ്ങനെ ഇവർ 6 പേരെയും വെച്ചിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. MB പൂവിഷും ഇവർ അതായത് സ്പോൺസർ ചെയ്യുന്ന ആ ഒരാളും ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അയാളാണ് കീനിൻ്റെ അടുത്ത് നീ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് സോഷ്യൽ മീഡിയ മൊത്തം ഈ ഒരു ന്യൂസ് ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. കുറേ പേര് തണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്നു, കുറേ പേര് യട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു, കുറേ പേര് എയ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് 1000 ടിക്കറ്റാണ് ഇവർ വിൽക്കാനായിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അത്രയും ടിക്കറ്റ് സെല്ലായി പൈസ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഡാർവിനാണെങ്കിൽ 5 ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കാനുള്ളത് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പെച്ചിൻ്റെ ബോക്സിംഗ് ക്യാമ്പിൽ ഇപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് എത്ര ടിക്കറ്റ് സെയിലായി നോക്കുമ്പോൾ 1000-ൽ വെറും 127 ടിക്കറ്റ് മാത്രമേ സെയിലായിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും ഒരുമാതിരി ആവുന്നുണ്ട്. പിന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നോക്കുമ്പോഴത്തേക്കും 157 സെയിലായിട്ടുള്ളൂ. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന്. നമ്മുടെ മായിയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സമയത്തിനൊന്നും ടിക്കറ്റ് സെയിലായി തീരത്തില്ല എന്ന്. കീനപ്പോൾ പറയുന്നുണ്ട് ഞാൻ
വിചാരിച്ചത് കുറച്ചുകൂടെ എളുപ്പത്തിൽ കുറേ കൂടെ ടിക്കറ്റ് സെയിലാകുന്നതാണ്. കാരണം നമ്മുടെ തണ്ണിനൊക്കെ നല്ല ഫാൻസൊക്കെ ഉള്ളതല്ലേ, പക്ഷേ ഇതൊട്ടും ആവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ തണ്ണ് പറയുന്നുണ്ട് പേടിക്കണ്ട, പെട്ടെന്ന് തന്നെ ആയിക്കോളൂന്ന്. ആ ടൈമിന് ഡാർവിനാണെങ്കിൽ ഇവരുടെ കുറേ പോസ്റ്റേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കാം, കണ്ടിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ടിക്കറ്റ് വാങ്ങട്ടെ, അങ്ങനെയും കുറച്ച് സെയിലാവട്ടെ എന്ന് പറയുന്നുണ്ട്. ബോങ്കിയുടെ അടുത്ത് പോയി കുറച്ച് പോസ്റ്റേഴ്സ് പ്രിൻ്റ് എടുക്കാനും പറയുന്നുണ്ട്. ബോങ്കി അപ്പോൾ 8 എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഡാർവിൻ പറയുന്നുണ്ട് 8 ആണെങ്കിൽ അവൻ്റെ അനിയത്തിയുടെ കൂടെ ഹോസ്പിറ്റലിലാണ്, ഇന്നാണ് അവൻ്റെ അനിയത്തിയുടെ സർജറി, അവനെ അതുകൊണ്ട് ഇപ്പം ഒരു ജോലി ഏൽപ്പിക്കാൻ പറ്റത്തില്ല, ഇതെന്തായാലും നീ പോയി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് എടുക്കാനായിട്ട് അവളെ പറഞ്ഞു വിടുന്നുണ്ട്. പ്രിൻ്റുകൾ ഉള്ളത് പലർക്കും കൊടുക്കാനായിട്ടും പോസ്റ്റേഴ്സ് ഇങ്ങനെ ചുമലിലൊക്കെ ഒട്ടിക്കാൻ കണക്കിനും നമ്മുടെ ഡാർവിനും പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയമാണ് കീനിന് MB പൂവിഷ് കോൾ ചെയ്യുന്നത്. അയാൾ കോൾ ചെയ്തിട്ട് എനിക്കിതിന് ഇപ്പം തന്നെ എൻ്റെ ഓഫീസിൽ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കീന് അയാളുടെ ഓഫീസിലേക്ക് ചെന്നിട്ട് ടിക്കറ്റ് സെയിലാവാത്തതിൻ്റെ കാരണം അവനിങ്ങനെ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം പൂവിഷാണെങ്കിൽ അവനെ തടങ്ങിയിട്ട് മറ്റൊരാളകത്തേക്ക് വിളിക്കുകയാണ്. അയാളാണെങ്കിൽ സ്പോർട്സിനെ കുറിച്ചുള്ള ന്യൂസും ഗോസിപ്പും ഒക്കെ അറിയിക്കുന്ന ഒരു TV ചാനൽ നടത്തുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ MB പൂവിഷ് നമ്മുടെ കീനിനോട് പറയുന്നുണ്ട് അയാളുടെ കൂടെ ഒരു പ്രോഗ്രാം നടത്താം, അതിലൂടെ നമുക്ക് നടക്കാൻ പോകുന്ന ആ ഒരു മാച്ചിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, അങ്ങനെ ടിക്കറ്റ്സ് എല്ലാം നന്നായിട്ട് സെയിലാവുമെന്ന്. അങ്ങനെ കീനാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. MB പൂവിഷ് അപ്പോൾ നിനക്ക് ഏത് രീതിയിലാണ് നടത്തേണ്ടത് ആ രീതിക്ക് നിനക്ക് നടത്താം, വേണമെങ്കിൽ നമ്മുടെ ബോക്സേഴ്സിനെല്ലാം തന്നെ നിനക്ക് ആ ഒരു ഇൻ്റർവ്യൂവിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. കീനപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പുറത്ത് തണ്ണാണെങ്കിൽ അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് കാറിലിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കീൻ തിരിച്ച് കാറിലേക്ക് വന്നിരിക്കുമ്പോൾ എങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും എന്നൊരു ടെൻഷനിലാണ് ഇരിക്കുന്നുണ്ട്. എന്നാൽ തണ്ണാണെങ്കിൽ നിന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാവുന്നതാണ്. കീനാണെങ്കിൽ എല്ലാ ബോക്സേഴ്സിനെയും ആ ഒരു ഇൻ്റർവ്യൂവിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവിടെ ഡ്രസ്സിങ് റൂമിൽ എല്ലാവരും റെഡിയാവുന്നുണ്ട്. ആ ഒരു ടൈമിന് മായിയാണെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഒരു പയ്യനായതുകൊണ്ട് തന്നെ അവനവിടെ ലൈവ് പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എല്ലാം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലൈവ് പോയിട്ട് നമ്മുടെ തണ്ണിനെയും എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും നല്ല കോട്ടും സ്വീറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് റെഡിയാവുന്നുണ്ട്. അതേസമയം 8നെയും ഡാർവിനെയും കാണിക്കുമ്പോൾ 8ആണെങ്കിൽ ഡ്രസ്സ് ചെയ്ത് കഴിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം ഡാർവിനും 8ഉം നന്നായിട്ടൊന്ന് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഡ്രസ്സിങ് റൂമിൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആരും അവരെ കാണുന്നില്ല, അവർ ഓപ്പൺ സ്പേസിലല്ല നിൽക്കുന്നത്. സോ ആ ഒരു അവസരം മുതലാക്കിയിട്ട് രണ്ടുപേരും നന്നായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതേസമയമാണ് യട്ട് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഡോണട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ എല്ലാവർക്കും അത് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ തണ്ണിനാണെങ്കിൽ ഇവനെ തീരെ പിടിക്കുന്നില്ല. അതേസമയം യട്ടാണെങ്കിൽ കീനിൻ്റെ അടുത്ത് നിനക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ തരുമെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കീനുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. തണ്ണിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ തണ്ണിൻ്റെ മേക്കപ്പ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തണ്ണിന് എഴുന്നേറ്റ് വരാനും പറ്റുന്നില്ല. അതേസമയം കീനാണെങ്കിൽ ഇവന് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. എന്നാൽ യട്ടാണെങ്കിൽ കുടിക്കാൻ നിൽക്കുന്ന ടൈമിന് പെട്ടെന്ന് അതെല്ലാം തന്നെ അവൻ്റെ ദേഹത്താവുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും തണ്ണ് ചിരിക്കുന്നുണ്ട്. എന്നാൽ കീനാണെങ്കിൽ സോറി അറിയാതെ പറ്റിയതാന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് തന്നെ പ്രോഗ്രാം തുടങ്ങാറായതുകൊണ്ട് കീനിനെ പുറത്തേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കീൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ടാവാണ്, ലൈവാണെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും അപ്പം തന്നെ അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. 8ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഡാർവിനാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ചിരുത്തുന്നുണ്ട്. അതിനുശേഷം മായും ഡാർവിനും എല്ലാവരും ക്യാമറയുടെ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. ആ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കീനും ആ ലൈവിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കീൻ പ്രൊമോട്ടറായിരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി അവൻ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഒരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാ ബോക്സേഴ്സിനെയും വെച്ചിട്ട് അതിൽ പഞ്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സ്കോർ നോക്കുമ്പോൾ ഹൈ സ്കോർ തന്നെ കിട്ടുന്നുണ്ട്. എന്നാൽ എല്ലാവരെക്കാളും 8നായിരുന്നു സ്കോർ കുറച്ച് കിട്ടുന്നത്. അപ്പോൾ അവൻ ടെൻഷനായിട്ടിരിക്കുന്നത് കൊണ്ടാകാം എന്തായാലും അവൻ്റെ സ്കോർ കുറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ അവനും ചെറിയ സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ആ ഒരു പഞ്ച് ചെയ്യാൻ വരുന്നത് തണ്ണും യട്ടുമാണ്. തണ്ണ് പഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അവന് ഹൈ സ്കോർ കിട്ടുന്നുണ്ട്. അതിനുശേഷം യട്ട് പഞ്ച് ചെയ്യുമ്പോഴത്തേക്കും തണ്ണിനെയും കടന്ന് അവന് ഹൈ സ്കോർ കിട്ടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു ലൈവ് അവിടെ എൻഡ് ആവാനായിട്ട് പോകുന്നുണ്ട്. സോ അതിനും കീനൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് യട്ടാണെങ്കിൽ കീൻ്റെ തോളിൽ കൂടെ കൈയൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു ഷിപ്പിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിൽ അവർ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ആ ഇൻ്റർവ്യൂ നടത്തുന്ന ആളും നമ്മുടെ തണ്ണും കീനും റിലേഷനാണെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ കീനും യട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരുമിച്ച് കാണുമ്പോൾ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാളും ഷിപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ യട്ടാണെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ കീനിൻ്റെ കൂടെ കൈ കൊണ്ടൊക്കെ വയ്ക്കുന്നുണ്ട്. കീനിന് താല്പര്യമില്ല എന്നാൽ ആ ഒരു ഷോയിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് ചെയ്യ് എന്നിങ്ങനെ യട്ട് കീനിൻ്റെ ചെവി പറയുന്നുണ്ട്. സോ കീനും ഓക്കെ എന്നുള്ള രീതിയിൽ ആ ഒരു ഹാർട്ട് ഷേപ്പൊക്കെ വയ്ക്കുന്നുണ്ട്. എന്നാൽ തണ്ണിൻ്റെ കൺട്രോൾ പോകാറായി നിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ തണ്ണിൻ്റെയും യട്ടിൻ്റെയും നടുക്കായിട്ടാണ് കീൻ നിൽക്കുന്നത്. സോ തണ്ണ് നോക്കുമ്പോൾ കീനിൻ്റെ തോളിലിരുന്ന് യട്ടിൻ്റെ കൈ ഇപ്പോൾ കീനിൻ്റെ ഇടുപ്പിലാണ് ഇരിക്കുന്നത്. അതും കൂടെ കണ്ടപ്പോഴത്തേക്കും അവൻ്റെ ഫുള്ള് കൺട്രോൾ പോയിട്ട് അവൻ യട്ടിനെ അടിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അത് ലൈവ് പോകുന്നതുകൊണ്ട് തന്നെ വെറുതെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവാതിരിക്കാനായിട്ട് കീന് പറയുന്നുണ്ട് ഇതുപോലെയായിരിക്കും ആ ഒരു ഫൈറ്റിൻ്റെ സമയത്ത് നടക്കാൻ പോകുന്നത്. സോ ആര് ജയിക്കണമെന്ന് അറിയണമെങ്കിൽ എല്ലാവരും ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ഷോ കാണാനൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രോബ്ലം എങ്ങനെയൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ലൈവ് എൻഡ് ആകുമ്പോൾ തന്നെ കീനിനെ ആണെങ്കിൽ തണ്ണ് ബാക്ക് സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും
തന്നാണെങ്കിൽ നീ എന്തിനാ അവൻ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സമ്മതിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ കീനാണെങ്കിൽ അതിന് അവനങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ നമുക്ക് ടിക്കറ്റ് സെല്ല് ചെയ്യണ്ടേ, അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നീയാണെങ്കിൽ നിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്ത് നിൽക്കണം എന്ന് തിരിച്ച് തണ്ണിനോട് പറയുന്നുണ്ട്. ആ സമയം തന്നാണെങ്കിൽ ഒരുപക്ഷെ അവൻ നിൻ്റെ ഇടുപ്പിലൊക്കെ കൈവയ്ക്കുന്നത് നിനക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് കീനാണെങ്കിൽ തണ്ണിനെ അടിക്കുവാണ്. എന്നിട്ട് എനിക്ക് ശരിക്കും ആരെ ഇഷ്ടമാണെന്നെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തണ്ണിനെ അങ്ങോട്ടേക്ക് ആ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ അടുത്തേക്ക് മാറ്റി നിർത്താണ്. എന്നിട്ട് അവനെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ അവർ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അടുത്ത് 8നെ കാണിക്കുമ്പോൾ 8 ഇപ്പോൾ പുറത്തൊരിടത്ത് വന്ന് ഒരുമാതിരിയായി നിൽക്കുന്നുണ്ട്. കാരണം ഓൾറെഡി അവന് ടെൻഷനായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു പഞ്ചിങ് മെഷീനിൽ പഞ്ച് ചെയ്തപ്പോൾ അവന് ലോ സ്കോർ കിട്ടിയതുകൊണ്ട് തന്നെ താൻ തോക്കുമോ, മറ്റുള്ളവരെ കാണും താനാണെങ്കിൽ ഒന്നും അല്ലാതായി പോകുന്നൊരു സിറ്റുവേഷനിൽ അവനിങ്ങനെ അതും ആലോചിച്ചോണ്ട് നിൽക്കും. അവൻ്റെ അടുത്തേക്ക് ഡാർവിൻ വരുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും 8 ഈ ഒരു കാര്യം പറയുന്നുണ്ട്. പറയുന്ന സമയം 8നെ സമാധാനിപ്പിച്ചിട്ട് നീയാണെങ്കിൽ ജയിക്കോ തോക്കോ എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ ഓർത്ത് ടെൻഷൻ ആവണ്ട, അതെല്ലാം ബോക്സിങ്ങിൻ്റെ ടൈമിൽ ഡിസൈഡ് ആവുന്ന കാര്യമാണ്. ഇപ്പം എന്തായാലും നീയാണെങ്കിൽ വിഷമിക്കാതിരിക്കുക, നീ എന്തായാലും അടിപൊളിയാണ്, അതുകൊണ്ട് ഒരിക്കലും ഇതിനെക്കുറിച്ചൊക്കെ ടെൻഷൻ ആവരുത്, നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവന് നെറ്റിയിൽ ഒരു കിസ് കൊടുക്കുന്നുണ്ട്. അവനെ ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ ലൈവ് കഴിയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ മൊത്തം യട്ട്, കീന്, തണ്ണ് ഇവർ മൂന്നുപേരും തമ്മിൽ ഇങ്ങനെ മാറി മാറിയൊക്കെ ഷിപ്പ് ചെയ്തും പരസ്പരം കെമിസ്ട്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കുറേ പോസ്റ്റും ലൈവും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇപ്പോൾ എച്ചിൻ്റെ ബോക്സിംഗ് ക്യാമ്പിൽ കാണിക്കുമ്പോഴത്തേക്കും ടിക്കറ്റ് എത്രമാത്രം സെയിലായിട്ടുണ്ടാകും എന്നറിയാനായിട്ട് നമ്മുടെ കീനും തണ്ണും ഡാർവിനും വെച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ നോക്കുമ്പോഴത്തേക്കും എല്ലാ ടിക്കറ്റും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അവരെല്ലാവരും പരസ്പരം ഹഗ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കീനിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. ഡാർവിനും പറയുന്നുണ്ട് നീ കാരണമാണ് ഇത് അത്രയും ചെയ്യാൻ പറ്റിയെന്ന്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ അതേ ടൈമിൽ 8 എന്തോ ആലോചിച്ചിട്ട് അവന് തീരെ സന്തോഷം ഉണ്ടായിരുന്നില്ല. അവൻ ഒരുമാതിരിയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈമിൽ കീനും തണ്ണും കൂടെ ആയിട്ട് ഒരുമിച്ച് ബെഡിൽ കിടക്കുന്നതാണ്. ആ ഒരു ടൈമിൽ കീൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് ശരിക്കും ഞാനാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ക്യാമ്പിലെ ഒരു ഭാഗമായി എന്നെനിക്ക് തോന്നുന്നത്, എനിക്ക് എൻ്റെ ഫാമിലിനെ തിരിച്ചു കിട്ടിയൊരു ഫീല് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടിനും കിസ് ചെയ്യുന്നുണ്ട്. അടുത്ത് യട്ടിനെ കാണിക്കുവാണെങ്കിൽ അവനിപ്പോൾ അവൻ്റെ കയ്യിൽ സ്റ്റിറോയിഡ് പോലെ എന്തോ ഒരു ഇഞ്ചക്ഷനൊക്കെ കുത്തുന്നുണ്ട്. ടൈഫൂൺ ആണെങ്കിൽ അന്ന് കാണിച്ച അതേ പരിപാടിയാണ് ഇവനും കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഒരുപക്ഷെ മാച്ചിൽ ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവൻ്റെ കയ്യിലും അവൻ എന്തൊക്കെയോ ഇഞ്ചക്ഷനൊക്കെ കുത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുകയാണ്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.